ദഹിപൂരിയാണല്ലേ? തൈരോ? ആവി കഴിക്കുന്നു. തണുപ്പുണ്ടോ? നല്ലതാണോ? തണുപ്പില്ല, അവിടെ ആക്കരുതെന്ന് പറയാനാണ്. വേറെന്തെങ്കിലും വേണം, ഞങ്ങളിത് കഴിക്കാം. പാപ്പന് വേറെന്തെങ്കിലും വേണമെങ്കിൽ. വീക്കെൻഡ് ആയിട്ട് പാനിപൂരി കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ആമയൊക്കെ അടിച്ചു മിനിച്ച് കഴിക്കുന്നുണ്ട്. വേറെ പാപ്പുന് ഇഷ്ടപ്പെട്ട വേറെ എന്തെങ്കിലും നോക്കാം അല്ലേ? അപ്പം നമ്മൾ മൈസൂർ കഫേയിലാണ്. ഞാനെടുത്തു, നാസി എടുത്തു. അപ്പം നമ്മള് പാനിപ്പൂരിയൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോവാണല്ലേ പാപ്പു? പാപ്പു മാത്രം കഴിച്ചില്ല, പാപ്പിന് തൈരൊന്നും ഇഷ്ടമില്ല, അതുകൊണ്ട്. മാത്രല്ല മധുരമൊക്കെ പറ്റൂല തൈരിലൊന്നും, അതുകൊണ്ട് പാപ്പു കഴിച്ചില്ല, നമ്മൾ മാത്രം കഴിച്ചു. അങ്ങനെ നമ്മളെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തു. വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ഒരു ദിവസം നാളെ മാത്രം. നാളെ വീഡിയോ കാണുന്നു. നാളത്തെ പാപ്പുന് ഉറക്കമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ സമയം ഒരു 9:10 മണിയാവണേ. നാളെ 5 മണിക്ക് പോർച്ചുഗലിന്റെ കളീന്റെ കൂട്ടുകാരെ ഞങ്ങള് കാളിന്റെ ടീം ജയിക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നാളെ കാണാം അല്ലേ പാപ്പു? അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ എടുക്കാം. അപ്പൊ നമ്മളിപ്പോ പോവുകയാണ്. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ നമ്മള് പോവാണ് കേട്ടോ. പ്രേതമാണത്. അപ്പം നമ്മൾ വീടെത്തി. ഓവൽ ഷേപ്പോ? എന്ത്? 3. പാപ്പ ഉറങ്ങി. അപ്പം നമ്മൾ വീക്കെൻഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ നമ്മൾ രാത്രി എന്ത് ചെയ്തു, ഒന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു കേട്ടോ. അപ്പം രാവിലെ എണീറ്റ് പാപ്പു എന്താ കഴിച്ചിട്ടുണ്ടായേ? പുട്ട് അല്ലേ? ഞങ്ങളെല്ലാവരും എഗ്ഗൊക്കെ കഴിച്ചു. ഇനി പാപ്പുവിൻ്റെ പണികളാട്ടോ ഇതൊക്കെ. പാപ്പുവിൻ്റെ പ്ലേ ടൈമാണ്, കാരണം ഇന്ന് പുറത്തൊന്നും പോകാൻ പറ്റില്ല, നല്ല മഴയാണ്. ഇതെന്താണിത്? ഇത് നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ? ഓ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ആണോ? പാപ്പ സൂപ്പർ ആയിട്ടുണ്ട്. പാപ്പ ഇവിടെ നാസ്തിയൊക്കെ കാണുന്നുണ്ട്, അതിൻ്റെ കൂടെ കളിക്കാണ് അല്ലേ? ഓക്കെ, അപ്പൊ കളിച്ചോ. ബൈ. അപ്പൊ എല്ലാവർക്കും ഇന്നർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പാപ്പുവിന് അയ്യോ, ആമയ്ക്ക് എന്താ വാങ്ങിച്ച പാൻറ്റീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെയും കർച്ചീഫ് കാര്യങ്ങള് ഇന്ന് ഇപ്രാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച സമയമാണ്. അപ്പൊ നാസിക്ക് കുറച്ച് സാധനങ്ങള് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള് വീക്കെൻഡില്. അപ്പൊ നമ്മളെ കൂട്ടാതെ പോയിട്ട് വാങ്ങിച്ചേ. ഇത് പാപ്പന് ഇഷ്ടമാണ്. ഇത് ഇഷ്ടാണ് അല്ലേ? നല്ല കളറാ അല്ലേ? ഇത് വേറെ കളറാ. ഇതൊക്കെ പാപ്പന് ഇല്ലാത്തയാണല്ലോ, അടിപൊളിയാണല്ലോ. നമ്മൾ കുറച്ച് ഈ മാസത്തേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. നമ്മൾ ഇവിടെ സ്ഥിരം വാങ്ങിക്കുന്നത് ആമീസിൻ്റെ പത്തിരിപ്പൊടി കേട്ടോ, അപ്പം നല്ലതാണ്. പിന്നെ കുറച്ച് ക്രീം, കുട്ടികൾക്ക് കുറച്ച് സ്നാക്ക്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഒരു ചെറിയ ടീ ബ്രേക്ക് ആട്ടോ. അപ്പം ലഞ്ചിൻ്റെ മുന്നേ അല്ലേ പാപ്പു സമൂസ കൊതിച്ചാണ്. കുറച്ച് ദിവസമായിട്ട് സമൂസ ചോദിക്കാം, പക്ഷെ അബ്ബ അറിയാതെ വാങ്ങിച്ചിട്ട് വന്നേ. അപ്പോൾ പാപ്പു സമൂസ കേക്കൊക്കെ കഴിക്കുകയാണ് നമ്മൾ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്.
അല്ലേ നമ്മളെ രണ്ടാളെ ഞങ്ങൾ ആ അപ്പോൾ നമ്മളെല്ലാവരും ഒരു ചായ കുടിച്ചിട്ട് ഇനി ചിലപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ കണ്ടിരിക്കും. അതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. പുറത്ത് നല്ല മഴയൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ എവിടെയും പോകുന്നൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീക്കെൻഡ് പരിപാടികൾ. അങ്ങനെയാണ് പാപ്പു സങ്കല്പിക്കുന്നത്. സോസ് വേണോ? ആ തരാം. വീഴുന്നതൊക്കെ ഉണ്ടോ വീഡിയോയില്? ഷൂ ഉണങ്ങിയോ നോക്കണം. അപ്പം മഴയൊക്കെ ആയിട്ട് ഇവിടെ മലയാളം പ്രൊജക്റ്റ് പിന്നെ എന്തൊക്കെയൊക്കെയോ പരിപാടികളാണ് അല്ലേ. പിന്നെ ഇന്നലെ അമ്മ വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇടുക. അതൊന്നും വെച്ചിട്ട് ഇപ്പൊ ചെയ്യണ്ട കേട്ടോ. ഇപ്പം പ്രൊജക്റ്റും കാര്യമൊക്കെ ചെയ്താൽ മതി. ഇപ്പം നാളെ എന്തെങ്കിലും വായിക്കാനൊക്കെ ഉണ്ട്, വായിച്ചിട്ട് ഒരു 1 അവറിന്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും ഫ്രീ ആവാം. അല്ല, ഞാൻ എല്ലാ ബുക്കുകളും വായിച്ചത്. ഹിന്ദി ടെസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? അല്ല, അത് നാളെ ഇംഗ്ലീഷ് റീഡിംഗ് ആണല്ലേ. ഇംഗ്ലീഷ് റീഡിംഗ്. അപ്പൊ അതൊക്കെ വായിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള പ്രൊജക്ട് ഇവിടെ അവളുടെ ഡ്രസ്സൊക്കെ മടക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്കുള്ള വ്ളോഗ് ഇന്നിടും ആ വ്ളോഗ്. അപ്പൊ അതില് ചെയ്തു വെച്ചതാ, നാളെ കൊണ്ടുപോകാൻ പറ്റും അറിയില്ല. ആ സംഭവം മഴ ആയതുകൊണ്ട് നോക്കാം. എന്തായാലും നിന്റെ പരിപാടികളൊക്കെ നടക്കട്ടെ. അപ്പൊ ഞങ്ങള് പോയിട്ടൊരു ഫിലിമൊക്കെ കണ്ടേ. ഏതാണ് അഡ്വഞ്ചർ ആണെങ്കിൽ എന്നെ വിളിക്കണ്ട, നല്ലതാണ് എന്നെ വിളിക്കണ്ട. നല്ല ഫണ്ണായിട്ടുള്ള ആണെങ്കിൽ അല്ലേ? ആമിക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ആണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ വിളിക്കാം. മറന്നുപോയില്ല. ഇല്ല എന്നാ അതിന്റെ പരിപാടിയൊക്കെ നടന്നോ. ടാബില് കുറെ നേരം കളിക്കണ്ട കേട്ടോ. ടാബില് കുറെ കളിക്കണ്ട. ഇന്ന് ഒരു മഴയുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ. പക്ഷെ നല്ല രസമൊക്കെ ഉണ്ട്. കണ്ടോ, നമ്മൾ ആമ്പലൊന്നും വിരിഞ്ഞിട്ടില്ല. എല്ലാത്തിലും മുട്ടുണ്ട് കുറച്ചധികം. അതൊരു 3-4 മുട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇന്നത്തെ ഒരു ക്ലൈമറ്റ് ഇങ്ങനെയാണ് കേട്ടോ. രസമുള്ളൊരു ക്ലൈമറ്റാ അല്ലേ? മഴയും ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തോ പരിപാടി എവിടെയോ നടക്കുന്നുണ്ട്. അതിന്റെ പാട്ടോ എന്തോ ഉണ്ട്. കല്യാണം എന്തോ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ അടുത്ത് എവിടെയോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ കോടമഞ്ഞ് കാണിച്ചു തരാം കേട്ടോ. കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മളെ മല ഇങ്ങനെ മൂടി വരും അവിടെ. കോടമഞ്ഞ് വാഴപ്പോ കുറച്ച് ഉണ്ടായിട്ടുണ്ട്. വലുതാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. ഇനി ഞങ്ങൾ പോട്ടെ. പഠിക്കാറുണ്ട്. എന്റെ ബാക്കിൽ തന്നെ വന്നല്ലോ. മാമിയുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നാളത്തേക്കുള്ളതൊക്കെ. തെറ്റിയ ആള് പോകുന്നു. വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അതുപോലെ ലഞ്ചൊക്കെ, അതൊക്കെ പിന്നെ നമ്മൾ സിനിമയൊക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ടായിരുന്നു ആസ്വദിച്ച്. എല്ലാവരും ഇന്നൊരു ലേസി മൂഡൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അപ്പയൊക്കെ കുറച്ച് ഇറങ്ങി. ഞാനും പാപ്പും ഒക്കെ പിന്നെ ഓരോ പരിപാടിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അമ്മ വണ്ടിയൊക്കെ കഴുകുകയാണ് പുറത്ത്. അപ്പം ആ സമയത്ത് ആമി സ്കൂളിലേക്ക് ചെയ്ത പ്രൊജക്റ്റൊക്കെ ഉണ്ട്, കാണിച്ചു തരാൻ കേട്ടോ. മലയാളം പ്രൊജക്റ്റ്. അപ്പം അതിലുള്ളതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാലാവസ്ഥയും ഇപ്പത്തെ കാലാവസ്ഥ അതൊക്കെ വെച്ചിട്ടൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ വേറെ എന്തോന്നും ചെയ്തല്ലോ. ഇത് മലയാളം പ്രൊജക്റ്റ് പറഞ്ഞിട്ട് ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ നല്ല ഭംഗിയില്ലേ? അത് എന്താണ്, വന്യജീവികളുടെ ഇപ്പത്തെ അവസ്ഥയാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഫ്രണ്ട്സും കൂടെ വന്നിട്ട് സ്റ്റിക്ക് ചെയ്യണം അവരുടെ ആനിമൽസും. അതൊക്കെയാണ് ആമി ഇതുവരെ ചെയ്തോണ്ടിരുന്നത് അല്ലേ? പിന്നെ വായിക്കാനും ടെസ്റ്റ് അതൊക്കെ ചെയ്യും. ഓക്കെ. പുറത്ത് നല്ല കൊതുക് കേട്ടോ. അപ്പൊ ഞാനൊരു ചന്ദനത്തിരി കത്തിച്ചു വെക്കാൻ വേണ്ടി നല്ല ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ഇതിന്റെ. അതെ, ഇവിടെ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട്. ഇവിടെ പാപ്പൂച്ച അതുപോലെ കളിച്ചിട്ട് അല്ലല്ലോ, അവള് ക്ലേ വെച്ച് കളിക്കുകയൊക്കെ ആയിരുന്നു. എനിക്ക് അത് റെഡി ആക്കണം. ഇനി പാപ്പുവിന് നല്ലൊരു ടി വിയിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് ഓക്കെ.
അങ്ങനെ വീക്കെൻഡിൻ്റെ വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കാൻ മറന്നുപോയി അല്ലേ? മൺഡേ ആയി, രാവിലെ ആയി. വീക്കെൻഡ് ഒരു രാത്രി നമ്മൾ എന്തൊക്കെയോ പരിപാടിയായിട്ട് മറന്നുപോയി. പാക്കിങ്ങും പരിപാടിയൊക്കെ ഇരുന്നു. അതെ, എല്ലാവരും. അപ്പം എൻ്റെയൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അതെ. അപ്പം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആമി അതുപോലെ ആമീൻ്റെ എഗ്ഗാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബട്ടറിൽ 2 ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങളെ നമുക്ക് ഒന്ന് പറയാം. അതെ. അപ്പോൾ ഇത് കണ്ടോ? ഇത് കണ്ടോ? ഇതാട്ടോ ആമീൻ്റെ നൂൽപുട്ട് ഇടിയപ്പം എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഇതൊക്കെ സെറ്റായി. ഇനിയിപ്പോൾ 7:30 ആകുമ്പോൾ ആമയ്ക്ക് പോകണം അല്ലേ? ആമ ഉണ്ടാക്കാൻ പഠിച്ചു. ഇപ്പം സ്വന്തമായിട്ട് ഗ്യാസ് കത്തിക്കാനൊക്കെ പഠിച്ചു. ഷേപ്പ് മാത്രം മാറിയോ? എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട. എൻ്റെ ഹെൽപ്പൊന്നും വേണ്ടെന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇനി എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ്, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. മറ്റേ ആള് ഉറങ്ങാണ്. പാപ്പ എണീറ്റിട്ടില്ല. ഈ വീഡിയോ കാണുമ്പോൾ പാപ്പ ഞാനില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.